Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം അപ്പം അതറിയാലോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പോയി പണി തുടങ്ങാം. ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിളാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അത് വേവാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരയെണ്ണ മതി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഒരു സംശയത്തിൽ പറഞ്ഞത് എന്താ പറയുക, എൻ്റെ അടുത്തുള്ള മുളക് പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അതിന് നല്ല എരിവുണ്ട്. അപ്പം അത് കാരണം എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂണൊക്കെ ഇടാം. ഇത് നാട്ടിൽ നിന്ന് അമ്മ പൊടിച്ച് തരുന്നതാണ്, നല്ല എരിവുണ്ട്. അപ്പം ഞാനിതിന് ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. പിന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇടുകയാണ്. ഇത് നല്ല നൈസ് പേസ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ ഒരു ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി. കറിയിലിട്ടുണ്ട്, എന്നാലും ഈ അരപ്പിലുണ്ടാവുന്നത് ഒരു സ്വാദാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇപ്പോൾ ചിലരൊക്കെ ഈ പുളിശ്ശേരിയിൽ വെളുത്തുള്ളി ഇടും, ഒരു അല്ലിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ ഇടാറില്ല, അപ്പോൾ അത് കാരണം ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇത്രയും സാധനങ്ങളെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ആയിണ്ടാവും, നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പിനെ നമുക്ക് ചേർക്കാം. അപ്പോൾ അരപ്പ് ചേർക്കണതിൻ്റെ മുന്നേ എന്നല്ല, ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അരപ്പിൽ ഉള്ള വെള്ളം ഇതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ കറിയിൽ നിന്ന് എടുത്തു. കാരണം കറിയിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു, പൈനാപ്പിളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വേറെ വെള്ളം എടുത്തില്ല, ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക ചെയ്തത്. ചൂടുവെള്ളമാണ്. അപ്പം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അത് അരയ്ക്കുമ്പം ശ്രദ്ധിച്ചിട്ടൊക്കെ അരയ്ക്കണം. അപ്പം അത് ഒന്ന് പറഞ്ഞു മാത്രം. ഇനഫ് വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ സ്വതവേ ഉള്ളത് എടുത്താൽ മതി. ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഞാനിത് നന്നായി തളിച്ചു. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു, അത് ചൂടിലിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല പുളിയുള്ള തൈര്, 1 കപ്പ് തൈര് അത് ചേർത്ത് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്, ചിലപ്പോൾ അത് പിരിഞ്ഞൊക്കെ പോകും. അപ്പം ഇത് നല്ല കറക്റ്റ് കട്ടിയിൽ ആണുള്ളത്, ഇത് ഒരു പാകം. ഇത് ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഒരു ഇത്തിരി ഉപ്പിടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കൂടി. പിന്നെ നമ്മുടെ പൈനാപ്പിളാണ്, മധുരമൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു ഇത്തിരിയും കൂടി നമ്മുടെ വകയായിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ചിലർ ശർക്കര ഇടും. ശർക്കര ഇട്ടാൽ ചിലപ്പോൾ ഭയങ്കര മധുരമായി പോവും. അപ്പോൾ അത് തന്നെ, ഇതിപ്പോൾ കറി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ശർക്കരയൊക്കെ ഇട്ടാൽ ചിലപ്പോൾ മധുരം വല്ലാതെ കൂടിപ്പോവും. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. പിന്നെ നമ്മുടെ പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാം, ഒരു 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 മുളക്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടൊരു സാധനമുള്ളത്, ഇത്തിരി ഉലുവപ്പൊടി.
ഒരു 1/4 ടീസ്പൂണുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് വെക്കാം. ശേഷം നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ മൂടി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റോളം മൂടി വെച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് വറവിനെ ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അതിനെ. അങ്ങനെ കറിയൊക്കെ പെട്ടെന്ന് റെഡി ആയില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.